أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. الله العظيم. സൂറത്തുൽ ഹജ്ജ് 61-2. ذلك അത് ബിഅന്നല്ലാഹ അല്ലാഹു ആണെന്നതുകൊണ്ടാണ്. യൂലിജു അവൻ പ്രവേശിപ്പിക്കുന്നു അല്ലൈല രാത്രിയെ ഫിന്നഹാരി പകലിൽ. വയൂലിജു അവനാണ് പ്രവേശിപ്പിക്കുന്നത് അന്നഹാറ പകലിനെ ഫില്ലൈലി രാത്രിയിൽ. വ അന്നല്ലാഹ അവനാണെന്നത് കൊണ്ടുമാണ്. സമീഉൻ എല്ലാം കേൾക്കുന്നവൻ ബസീറുൻ എല്ലാം കാണുന്നവൻ. ദാലിക അത് ബി അന്നല്ലാഹ അല്ലാഹു ആണെന്നത് കൊണ്ടാണ്. ഹുവൽ ഹഖു അവനാണ് സത്യം, അല്ലെങ്കിൽ അവനാണ് യാഥാർത്ഥ്യം. വ അന്നമാ യദുഊന അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് എന്നതുകൊണ്ടാണ്. മിൻ ദൂനിഹി അവനെ കൂടാതെ. ഹുവ അത് അൽ ബാത്തിലു അത് ബാത്തിലാണ് എന്നതുകൊണ്ടാണ്. വ അന്നല്ലാഹ അല്ലാഹു ആണെന്നത് കൊണ്ടുമാണ്. ഹുവ അവൻ അൽ അലി ഉന്നതനാണ്, അൽ കബീർ മഹാനുമാണ്. എന്താ പറഞ്ഞത്? അത് അല്ലാഹുവാണ് അല്ലാഹുവാണ് രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും കടത്തുന്നത് എന്നതുകൊണ്ടാണ്. അതുപോലെ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്നതുകൊണ്ടുമാണ്. അത് അല്ലാഹുവാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്. അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ ബാത്തിലാണെന്നതുകൊണ്ടാണ്. അല്ലാഹു അത്യുന്നതനും വലിയവനുമാണ്, അല്ലെങ്കിൽ മഹാനുമാണ് എന്നതുകൊണ്ടുമാണ്. ദാലിക്കയുടെ അർത്ഥം മനസ്സിലായാൽ എല്ലാം മനസ്സിലാവും. ദാലിക്ക എന്ന് പറഞ്ഞു സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനം. അതാണല്ലോ മുകളിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിട്ട് അവസാനം പറഞ്ഞത്, ആദ്യം അല്ലാഹു വിശ്വാസികളെ പ്രതിരോധിക്കുന്നു. അതുപോലെ വിശ്വാസികൾക്ക് അവർ ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ തൊട്ട് മുകളിൽ പറഞ്ഞത് ഇങ്ങോട്ട് ദ്രോഹിക്കപ്പെട്ട ശേഷം അങ്ങോട്ടും പൊരുതി രക്ഷപ്പെട്ട് മദീനയിലെത്തിയാൽ സുമ്മ ബുഗയ അലൈഹി എന്നിട്ടും ആക്രമണത്തിനിരയായാൽ അള്ളാഹു അവരെ സഹായിക്കുന്നതാകുന്നു. അഥവാ മർദ്ദകരെ അതിജീവിച്ച് മദീനയിലെത്തിയ ആൾ ഇങ്ങോട്ട് അതിന് പകരം വീട്ടാൻ അവരാരെങ്കിലും വരികയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അവരെ സഹായിക്കുന്നതാകുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളെ അള്ളാഹു തആല പ്രതിരോധിക്കും. അവർക്ക് യുദ്ധാനുമതി നൽകിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുക എന്നത് അള്ളാഹു ബാധ്യതയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. വലയൻസുറന്നല്ലാഹ മൻസുർഹു എന്നൊക്കെ പറഞ്ഞത് അതെന്തുകൊണ്ടാണ്? അള്ളാഹുവാണ് രാവിനെ പകലിൽ കടത്തുന്നതും പകലിനെ രാവിൽ കടത്തുന്നതും എന്നാണ്. സിംബോളിക്കാണ് ഈ വർത്തമാനം. അഥവാ പകല് എത്ര ശോഭയുള്ള പകലാണെങ്കിലും ശരി, അത് സ്ഥിരമായി നിലനിൽക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിലേക്ക് ഇരുട്ട് കടന്നു വരും. ഇരുട്ട് എത്ര കട്ടി കൂടിയ രാത്രിയാണെങ്കിലും അത് സ്ഥിരമായി നിലനിൽക്കുകയില്ല. അതിൽ സാവധാനമായി പകല് കയറി വരും. ഇത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ, അവൻ്റെ കഴിവിനെ, അവൻ്റെ നിയന്ത്രണത്തെ ഒക്കെ വിളിച്ചോതുന്ന തരത്തിൽ നമ്മൾ നിത്യേന കാണുന്ന ഒരു പ്രതിഭാസമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതിയും ഇങ്ങനെ തന്നെയാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ കാലം അത് പകലാണ്. ആശയതലത്തിൽ പകലിനോട് ഉദാഹരിക്കാൻ പറ്റുന്ന കാലമാണ്. തെളിഞ്ഞത്, ഹിദായത്ത് നിറഞ്ഞത്, സത്യം, നീതി, നന്മ, ഒന്നിലും ഒരു കലർപ്പില്ല. പരിശുദ്ധ വ്യക്തിത്വങ്ങൾ
ആദം അലൈഹിസ്സലാമും ഹവ്വ ബീവിയും പിന്നെ അവരുടെ മക്കളും. പിന്നീട് സ്വതന്ത്രനായി ചിന്തിക്കാൻ മനുഷ്യനെ ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് മാർഗവും ദുർമാർഗവും സന്മാർഗവും സത്യവും അസത്യവും കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യമുള്ള, വമൻ ഷാഅ ഫൽ യുമിൻ വമൻ ഷാഅ ഫൽ യക്ഫുർ, വിശ്വാസിയാകാനും നിഷേധിയാകാനും കഴിവുള്ള അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ സത്യം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നല്ല സബറും അതുപോലെ ത്യാഗവും ആത്മനിയന്ത്രണവും ഒക്കെ ആവശ്യമുണ്ടാകും. അത് നന്നായി സജീവമായി നിൽക്കുമ്പോൾ തെളിഞ്ഞ വെളിച്ചമുള്ള സമൂഹമാണ്. മിനൽ ഉലുമാത്തി ഇലൻ നൂർ, ആ നൂറുള്ള സമൂഹമാണ്. പക്ഷേ അത് കുറേ നിൽക്കുമ്പോൾ സാവകാശം അതിലേക്ക് അക്ഷമയും പിന്നീട് അസാൻമാർഗികതകളും, സബറും ഹക്കും, സബറിലൂടെ ഹക്ക് വത്തവാസോബി സബരി വത്തവാസോബിൽ ഹക്ക് വത്തവാസോബി സബറാണ് അതിൻ്റെ നേർവിപരീതം. സബറില്ലായ്മയും അതിലൂടെ ബാത്തിലും അല്പാൽപമായി കയറി വന്ന് പിന്നീട് മനുഷ്യൻ ഇരുട്ടിൽ തപ്പുന്ന, നീതിയില്ലാത്ത, സമത്വമില്ലാത്ത, നന്മയില്ലാത്ത, സത്യമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ സമൂഹം രൂപപ്പെടുന്നു. ആ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു തആല വീണ്ടും നബിമാരെ അയക്കുന്നു. ആദം അലൈഹിസ്സലാമിന് ശേഷം പല നബിമാർക്കും ശേഷം നൂഹ് നബിയുടെ രംഗത്ത് വരവ്, അതൊരു സൂര്യോദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ തലഅൽ ബദ്റു അലൈന എന്ന് വിശേഷിപ്പിച്ച പോലെ ആ സൂര്യോദയം തേടുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അസത്യവും അനീതിയും അക്രമവും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് അല്പാൽപമായി പകല് കടന്നു വരും. അഥവാ അതിൽ പ്രതിഷേധമുള്ള, അത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന, വെളിച്ചം തേടുന്ന ആളുകളുണ്ടാകും. ഈ വെളിച്ചം തേടുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണ് രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് പകല് വരുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ഉലുമാത്തി ഇലൻ നൂർ, വെളിച്ചത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ മോചിപ്പിക്കാൻ താങ്കളിലേക്ക് ഇറക്കിയ കിതാബ് എന്ന് പറഞ്ഞതുപോലെ നൂഹ് അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ശരീഅത്തും അദ്ദേഹത്തിൻ്റെ കിതാബും ഒക്കെ ഉദയം ചെയ്യുന്നു. എന്നിട്ട് ഈ രാത്രിയും പകലും കൂടിയുള്ള ഒരു പാരസ്പര്യമുണ്ട്, ഒരു പോരാട്ടമാണ്. പകൽ വിജയിക്കുന്നതിനനുസരിച്ച് രാത്രി പരാജയപ്പെട്ട് രാത്രി പൂർണ്ണമായും ഇല്ലാതെയാകുന്നതാണല്ലോ നമ്മൾ ദിവസവും കാണുന്ന പ്രതിഭാസം. എന്നതുപോലെ സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ, സംഘർഷത്തിലൂടെ ബാത്തില് പരാജയപ്പെടുകയും ഹക്ക് അല്ലെങ്കിൽ ഇരുട്ടുകൾ പരാജയപ്പെടുകയും നൂറ് പരക്കുകയും ചെയ്യുന്ന സ്ഥിതി വരുന്നു. ഇത് അള്ളാഹു ചെയ്യുന്ന ഒരു പണിയാണ്. ഒന്ന് പ്രകൃതിയിലാണ്, മറ്റത് സാമൂഹ്യ രംഗത്താണ്. അതുകൊണ്ടാണ് ഇത് എന്ന്. അഥവാ സത്യം അസത്യമാണ് ഇവിടെ നിൽക്കുന്നത്, അസത്യം അവിടെ നിന്നുകൊള്ളട്ടെ എന്നല്ല തീരുമാനിക്കുകയില്ല. പകലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പകലവിടെ സ്ഥിരം നിന്നുകൊള്ളട്ടെ എന്നും തീരുമാനിക്കുകയില്ല. രണ്ടും ഉണ്ടാകുമ്പോഴും അത് മറ്റതിനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് മറ്റത് ഒന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. ഇതൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് സത്യവിശ്വാസികൾ സത്യം മുറുകെ പിടിച്ചപ്പോൾ പോരേണ്ടി വന്നത് അതൊരു പ്രതിഭാസമാണ്. സ്വാഭാവികമായിട്ടും അത് സത്യത്തിൻ്റെ ഉദയമാണ്. കുറച്ച് കഴിയുമ്പോൾ സത്യത്തിൻ്റെ എതിരായ ബാത്തില് കെട്ടുപോകും, അത് തകർന്നു പോകും, അത് നശിച്ചു പോകും. എന്നിട്ട് സത്യത്തിൻ്റെ നട്ടുച്ച കാണാനാകും. ഇങ്ങനെയാണ് അല്ലാഹു തആല എന്നതുകൊണ്ടാണ് അല്ലാഹു തആല സത്യം മുറുകെ പിടിച്ച് സബറും ത്യാഗവും ചെയ്യുന്നവരെ സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ വഅന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു തആല അർശിൽ എവിടെയോ ഇരുന്ന് എന്തോ ചെയ്യുകയല്ല, പകരം വളരെ ക്രിയേറ്റീവായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നവനെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നടക്കുന്നതൊക്കെ കണ്ടും കേട്ടും അതിനനുസരിച്ച് വേണ്ടത് ചെയ്തുകൊണ്ട്, ആരെയാണോ സഹായിക്കേണ്ടത്, ആരാണോ നന്മയുടെ ആളുകൾ, ആരാണോ തിന്മയുടെ ആളുകൾ എന്നൊക്കെ കണ്ടും കേട്ടും തന്നെയാണ് അല്ലാഹു തആല പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല മുശ്രിക്കുകളുടെ ദൈവങ്ങളുണ്ട്, നാട്ടിൽ എന്ത് നടന്നാലും അവർക്ക് അറിയണ്ട, അത് കൊണ്ടുവച്ചെടുത്ത് അവിടെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും ഒന്ന് നിർവൃതി കൊള്ളണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴാം, അല്ലാതെ നാട്ടിലെന്താ നടക്കുന്നത് എന്നൊന്നും ദൈവം അറിയുകയില്ല. അങ്ങനെയല്ല അല്ലാഹു. മനുഷ്യർക്കിടയിൽ നടക്കുന്നതൊക്കെ അവൻ അറിയുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ പ്രതികരണങ്ങൾ എന്നതുകൊണ്ടുമാണ് ഇതൊക്കെ മുകളിൽ പറഞ്ഞതൊക്കെ ഉണ്ടാകുന്നത്. അതാണ് രണ്ടാമത്തെ കാരണം. ഒന്ന്,
പിന്നെ ഈ രാവും പകലും മാറി മാറി വരുന്നത് പോലെ ഹക്കും ബാത്തിലും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിൽ അള്ളാഹു താല ഇടപെടുന്നത് കണ്ടും കേട്ടും തന്നെയാണ്. അഥവാ ആളുകളെ സഹായിക്കുന്നതും സഹായിക്കാതിരിക്കുന്നതുമൊക്കെ അവരുടെ നിലപാടറിഞ്ഞും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടും അവരുടെ മനസ്സിലിരിപ്പുകൾ മനസ്സിലാക്കിയും തന്നെയാണ്. ഇനി അതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെയൊക്കെ അള്ളാഹു താല വിചാരിച്ചതുപോലെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു യാഥാർത്ഥ്യമാണ്. വന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവ അഥവാ അവർ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ അസത്യമാണ്, അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ്. എന്താ ഈ സംഭവം? ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷം, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള സംഘർഷം. അതിലൊക്കെ ഒരു വശത്തുണ്ടായിരുന്നത് അള്ളാഹുവാണ്, മറുവശത്തുണ്ടായിരുന്നത് ആളുകൾ ഉണ്ടാക്കി വെച്ച വ്യാജ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവരുടെ അവകാശവാദങ്ങൾ, അത് ഞങ്ങളെ സംരക്ഷിക്കും, അതാണ് ഞങ്ങളെ നിലനിർത്തുന്നത്, അതാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വദ്, സുവാ, യൗഖ്, നസർ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ ദൈവങ്ങൾ മുതൽ നമ്രൂദിൻ്റെ ദൈവങ്ങൾ, ഫിറൗനിൻ്റെ ദൈവങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് മുഴുവൻ അള്ളാഹു അയച്ച റസൂലുമാർ, അവൻ ഇറക്കിയ കിതാബ്, അവൻ കാണിച്ചു കൊടുത്ത സന്മാർഗം, അതിൻ്റെ വക്താക്കളോട് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ അല്ലാതെ അള്ളാഹുവിനെ പരാജയപ്പെടുത്തി പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണവും രാപ്പകലുകളുടെ നിയന്ത്രണവും ഏറ്റെടുത്ത ഒരു ദൈവവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സത്യത്തിൻ്റെ ആളുകളെ പീഡിപ്പിക്കുന്നവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത് നിലനിന്നിട്ടുണ്ട് കുറച്ചു കാലത്തൊക്കെ. പക്ഷേ അതിനൊന്നും യഥാർത്ഥത്തിൽ നിലനിൽപ്പുണ്ടായിട്ടില്ല. അതൊക്കെ തകർന്നണിഞ്ഞു പോകുകയും അള്ളാഹു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹു യാഥാർത്ഥ്യമായി നിലനിൽക്കാൻ ഒന്നാമത്തെ കാരണം അള്ളാഹ് യാഥാർത്ഥ്യമാണ്, അള്ളാഹുവാണ് അസലിലുള്ളത്, സത്യം. ബാക്കിയുള്ളത് മുഴുവൻ ഫേക്കാണ്. അതൊക്കെ ആളുകൾ ദൈവമാക്കി ഉണ്ടാക്കി വെച്ചതാണ്. എന്തിന്? കയ്യൂക്കുള്ള ആളുകൾക്ക്, പാവങ്ങളായ ആളുകളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അവരുടെ ചൊൽപ്പടിക്ക് നിർത്തി ചൂഷണം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഹരിഖൂഹ് വൻസുറു ആലിഹത്തക്കും, നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ്, ഇബ്രാഹിമിനെ കത്തിക്ക്, എന്നിട്ട് നിങ്ങളെ ദൈവങ്ങളെ രക്ഷിക്കൂ. അതുപോലെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ കാലത്തെ പ്രമാണിമാർ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ കൈവിടാതിരിക്കൂ എന്നൊക്കെ വിളിച്ചു പറയാണ്. കാരണം ആളുകൾ ദൈവത്തെ ഈ വ്യാജ ദൈവങ്ങളെ കൈവിട്ടാൽ നേതാക്കന്മാരുടെ പണി പോകും, അധികാരികളുടെ അധികാരം നഷ്ടപ്പെടും. അതുകൊണ്ട് പാവങ്ങളായ ആളുകൾ ഈ വ്യാജ ദൈവങ്ങളുടെ പിന്നിൽ അഭിരമിച്ച് കഴിഞ്ഞുകൂടുക എന്നത് അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ചരിത്രത്തിലുടനീളം സംഭവിച്ചത് കുറച്ച് കഴിയുമ്പോൾ സത്യം വെളിപ്പെടുകയും ആളുകൾ അതിൽ നിന്ന് മാറുകയും ഈ ദൈവങ്ങളൊക്കെ എല്ലാം കഴിയുന്ന വലിയ മൂർത്തികളായിട്ട്, വലിയ ശക്തികളായിട്ട് പരിചയപ്പെടുത്തിയിരുന്ന ദൈവങ്ങളൊക്കെ ഒന്നുമല്ലാതെ ഉപേക്ഷിക്കപ്പെടുകയുമാണ് ചെയ്തത്. കാരണം അവയ്ക്കൊന്നും സ്വന്തമായി യാതൊരു കഴിവുമില്ല. അവരുടെ ഭക്തന്മാരായ ആളുകൾ സൂറത്തു യാസീനിൽ പറഞ്ഞതുപോലെ ജുന്ദുൻ മുഹളറൂൻ, സന്നദ്ധ ഭടന്മാരായി നിന്ന് സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതൊക്കെ വെറും കഥാപാത്രങ്ങൾ. യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അസ്മാഉൻ സമ്മൈത്തുമുഹ അന്തും ബാബാഉക്കും. എന്നാൽ അള്ളാഹു ആരും അംഗീകരിച്ചില്ലെങ്കിലും, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരുമില്ലെങ്കിലും അള്ളാഹു ഇതിൽ ഇടപെടാൻ കഴിവുള്ളവനാണ്. അള്ളാഹു നബിമാരയക്കും, അള്ളാഹു കിതാബുകൾ ഇറക്കും. അള്ളാഹുവിനെ എല്ലാവരും കൈവിട്ടാലും അള്ളാഹു അത്യുന്നതനാണ്. ഇങ്ങനെ അള്ളാഹുവാണ് യാഥാർത്ഥ്യം, ബാക്കിയുള്ളതൊക്കെ ഫേക്കാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു വിചാരിക്കുന്നത് പോലെ, അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ ഉള്ള ഒരു ക്രമീകരണങ്ങൾ വരുന്നത്. അങ്ങനെ അള്ളാഹു ഹക്കായി നിലനിൽക്കുകയും ബാക്കിയുള്ളതൊക്കെ ബാത്തിലാണ് എന്നത് എന്തുകൊണ്ടാണ്? ഹക്കും ബാത്തിലും തീരുമാനിക്കുന്നവനും അള്ളാഹുവാണ്. അതാണ് അന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അത്യുന്നതനാണ്. അഥവാ അള്ളാഹുവിൻ്റെ മുകളിലേക്ക് അള്ളാഹ്ക്ക് അനുവാദം നൽകേണ്ടവനോ അള്ളാഹിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനോ ആയ ഔന്നത്യമുള്ള ഒരുത്തനില്ല. ബാക്കിയുള്ള സകലതും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമാകുന്ന അവൻ്റെ കീഴിലുള്ളവനാണ്. അവനാണ് അൽ അലി, ഉന്നതൻ. പിന്നെ അൽ കബീർ മഹാൻ അല്ലെങ്കിൽ വലിയവൻ എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്താൻ കഴിയുക. അഥവാ അള്ളാഹു എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാൻ മാത്രം കഴിവും മഹത്വവും പ്രാപ്തിയും ഉള്ളവനാണ്. അള്ളാഹു ഉന്നതൻ തന്നെ. അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യരിൽ ചിലപ്പോൾ പട്ടാളത്തലവനെ അതിൻ്റെ താഴെയുള്ള ആളുകൾ അട്ടിമറിക്കും,
ഇങ്ങനെയൊക്കെയുള്ളത് ഇപ്പോൾ നമ്മൾ പലത് സുഡാനിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാണല്ലോ. എന്നതുപോലെ അള്ളാഹു ഉന്നതനൊക്കെ തന്നെയാണ്. പക്ഷെ വേറെ ഏതോ ഒരുത്തൻ അള്ളാഹിനെ അട്ടിമറിച്ചിട്ട് അരങ്ങം കൈക്കലാക്കി അങ്ങനെയൊന്നും നടക്കുകയേ ഇല്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം, അതിൻ്റെ മുകളിലേക്ക് പോകാൻ ഒറ്റ ഒരുത്തനുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നടക്കുക. അതുകൊണ്ട് മുകളിൽ പറഞ്ഞതൊക്കെ സംഭവിക്കും. അഥവാ സത്യം മുറുകെ പിടിക്കുന്നവർ, അവരെ അള്ളാഹു താല സഹായിക്കും, അതവരെ അള്ളാഹു താല പിന്തുണക്കും. അതുപോലെ അള്ളാഹു താല അവരെ പ്രതിരോധിക്കും. അതേ സമയത്ത് മറ്റവർ ആര് തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണോ ഇസ്ലാമിൻ്റെ സത്യത്തിൻ്റെ ശത്രുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്, അവരാ പിടിച്ചിരിക്കുന്നതൊക്കെ ബാത്തിലിനെയാണ്, ഫെയ്ക്കിനെയാണ്. അതൊന്നും അവരെ സഹായിക്കുകയോ അവരെ നിലനിർത്തുകയോ ഇല്ല. ആ ദൈവങ്ങളുടെ ഒന്നും തിട്ടൂരത്തിന് ഈ പ്രപഞ്ചത്തിൽ യാതൊരു വിലയും ഉണ്ടാകുകയില്ല. അവരാവട്ടെ ഒന്നും കേൾക്കാത്തവരോ കാണാത്തവരുമോ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതിനെയാണ് യുവന്മാർ കൊണ്ട് നടക്കുന്നത് എന്ന് ചുരുക്കം. ഇനി അത് സ്വയം തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഇത് അള്ളാൻ്റെ ഒരു അവകാശവാദം മാത്രമല്ല, കണ്ടാൽ തന്നെ അറിയുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.